വെൽക്കം ബാക്ക് ടു എയ്സാപ്പ്. പി എസ് സിയുടെ സ്ഥിരം ചോദ്യങ്ങളുടെ മൂന്നാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യത്തിലോട്ട് പോവാം. ഒരു സംഖ്യയുടെ 40% മറ്റൊരു സംഖ്യയുടെ 50% തുല്യമാണ്. സംഖ്യകൾ നമ്മൾ അംശബന്ധം കണ്ടെത്തുക എന്നായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, പി എസ് സിയുടെ എക്സാമിന് മാത്രമല്ല റെയിൽവേ SSCക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ അവിടെ ചോദ്യം വരുമ്പോൾ ഇതിനേക്കാൾ ഒരു പോയിന്റ് കൂടി കൂടിയിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രം. പക്ഷേ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ചോദ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു സംഖ്യയുടെ 40% മറ്റൊരു സംഖ്യയുടെ 50% തുല്യമാണ്. സംഖ്യകൾ നമ്മൾ അംശബന്ധം കണ്ടെത്തുക. ഓക്കെ, ഇതൊരു PSC കോഴ്സിന് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുന്ന രീതി ഇങ്ങനെ ആയിരിക്കും. ഒരു സംഖ്യയുടെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഒരു സംഖ്യയുടെ 40%, ഓക്കെ, ഒരു സംഖ്യയുടെ 40% മറ്റൊരു സംഖ്യയുടെ 50% എന്താണ്? 50% എന്താണ്? തുല്യമാണ്. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചാൽ ഈ പറഞ്ഞ നമ്പേഴ്സ് ഒന്ന് വെട്ടിവാകാം. ഈ പറയുന്ന 100 വെട്ടിക്കളഞ്ഞു, ഈ 0 വെട്ടിക്കളഞ്ഞു. അപ്പോൾ 4x = 5y എന്ന് വരികയും 5y എന്ന് വരികയും x/y എന്ന് മാർക്ക് ചെയ്യുമ്പോൾ അത് 5/4 എന്ന് വരികയും ചെയ്യും. ഓക്കെയാണ്, 5/4 എന്ന് വരികയും ചെയ്യും. എങ്കിൽ ഇനി മുതൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇത് തമ്മിൽ അംശബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 5/4 അഥവാ 5:4 എന്നായിരിക്കും കിട്ടിയിരിക്കുക. ഓക്കെ, ഇതൊന്നും കൂടി ക്വിക്കായിട്ട് നമുക്ക് എങ്ങനെ ആലോചിക്കാം കേട്ടോണേ. ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം മറ്റൊരു സംഖ്യയുടെ ഇത്ര ശതമാനത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യകൾ നമ്മൾ അംശബന്ധം ഇനി മുതൽ ഓർമ്മ വെച്ചോണം. ഇത് നേരെ തിരിച്ചായിരിക്കും എപ്പോഴും വരിക. ഏത് തിരിച്ച്? ശതമാനങ്ങൾ തിരിച്ചത്. ശതമാനങ്ങൾ തിരിച്ചതെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 50:40 എന്നായിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണ്? 50:40 വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാം. 5:4 എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ചോദ്യം ലെവൽ മനസ്സിലായി. അപ്പോൾ ഞാൻ നോക്കൂ, ഒരു ചോദ്യം പറയുകയാണ്. ഒരു സംഖ്യയുടെ 70% മറ്റൊരു സംഖ്യയുടെ 50% തുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യകൾ നമ്മൾ അംശബന്ധം ശതമാനങ്ങൾ തിരിച്ചെഴുതിയ 50:70 അഥവാ 5:7 ആയിരിക്കും. പഠിച്ചല്ലോ. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുകയാണെ, ഇത് ഫോളോ ചെയ്യുന്ന നിർബന്ധമില്ല. ഇതാ ഇനി പ്രീവിയസ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ എന്ന സംഖ്യയുടെ B%, ഓക്കെ, എ എന്ന സംഖ്യയുടെ B% ഈക്വൽ ടു സി എന്ന സംഖ്യയുടെ D% ആയാൽ A:C കണ്ടെത്തുക. ഓക്കെയാണ്. ഈ ചോദ്യം വന്ന സമയത്ത് കുറേ ആൾക്കാർ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് കരുതി. കാരണം എയും ബിയും സിയുടെ എല്ലാം കൂടി വന്നിട്ടുണ്ട്. തെറ്റല്ല, ശരിയാണ്. എന്താ പറയുന്നത്? എ എന്ന് പറഞ്ഞ നമ്പറിൻ്റെ B എന്ന് പറയുന്ന ശതമാനം സി എന്ന് പറയുന്ന സംഖ്യയുടെ D% ഈക്വലാണ്. അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം മറ്റൊരു സംഖ്യയുടെ ഇത്ര ശതമാനത്തിന് ഈക്വൽ ആണെങ്കിൽ സംഖ്യകൾ നമ്മൾ അംശബന്ധം എപ്പോഴെന്തായിരിക്കും? ശതമാനങ്ങൾ തിരിച്ചെഴുതിയതായിരിക്കും. ഓർമ്മയുണ്ടോ? ശതമാനങ്ങൾ തിരിച്ചെഴുതിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? D:B എന്നായിരിക്കും വരിക. D:B ആയിരിക്കും. ഓക്കെയാണേ. ലാസ്റ്റ് ആൻസർ ഓപ്ഷൻ D ആയിരിക്കും. അപ്പോൾ പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം മറ്റൊരു സംഖ്യയുടെ ഇത്ര ശതമാനത്തിന് ഈക്വൽ ആണെങ്കിൽ സംഖ്യകൾ നമ്മൾ അംശബന്ധം നേരെ തിരിച്ചായിരിക്കും. മറക്കില്ലല്ലോ. ഓക്കെ, ഈ പോയിന്റ് പഠിച്ച ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം തരികയാണ്. ആ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കി, ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്. ഒരു സംഖ്യയുടെ 50% മറ്റൊരു സംഖ്യയുടെ 3/4 ഭാഗത്തിന് തുല്യമാണെങ്കിൽ സംഖ്യകളുടെ അംശബന്ധം എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, ആ ചെറിയ മാറ്റം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞാൻ വിചാരിക്കുകയാണ്. എങ്കിൽ അത് തുല്യമായിട്ടുള്ള ശതമാനത്തിന് മാറ്റിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് ഉടനടി കമൻറ്റ് ചെയ്യുക. 4ാമത്തെ വീഡിയോയുമായിട്ട് നമ്മൾ ഉടനടി കാണുന്നതാണ്. സ്ഥിരം ചോദിക്കുന്ന മോഡലുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 3ാമത്തെ മോഡൽ പഠിച്ചതുപോലെ ഇനി 3, 4, 5 ഇനിയുള്ള മോഡൽസൊക്കെ നിങ്ങൾ കവർ ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.